ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അമേസിന്റെ ഫുൾ ഓപ്ഷന്റെ വീഡിയോ ആയിട്ടാണ്. നമ്മൾ കഴിഞ്ഞതിൽ ബേസ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ കാര്യമാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിന്റെ ബേസിന്റെ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. നമുക്ക് ഇതിന്റെ ഫുൾ ഓപ്ഷനിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ മുൻഭാഗത്ത് നമ്മൾ ഇതിന്റെ ഹെഡ് ലാംപ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ വരുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഫോളോ മീ ഫംഗ്ഷൻസും വന്നിട്ടുണ്ട്. ഡുവൽ പ്രൊജക്ടർ ആയിട്ട് LED ടൈപ്പുള്ള ഹെഡ് ലാംപ്സ് ആണ്. അതിൽ തന്നെ DRL നമുക്ക് ഇതിന് മുകളിൽ കാണാൻ പറ്റും. അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ മധ്യഭാഗത്തേക്ക് പോകുമ്പോൾ നേരത്തെ കണ്ട രീതിയിലുള്ള വലിയ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മിഡിലായിട്ട് ഹോണ്ടയുടെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇതാ ഇവിടെ ഫോഗ് ലാമ്പ് കൂടി ആഡ് ആയിട്ടുണ്ട്. ഫോഗ് ലാമ്പ് LED ടൈപ്പ് ആയിട്ടുള്ള ഫോഗ് ലാമ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്പർ പ്ലേറ്റിന്റെ പൊസിഷൻസും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഈ കളർ ഫുൾ ഓപ്ഷനുള്ള കളറാണ്. അത് ഒരു പ്രീമിയം കളറാണ്. ഇതിന്റെ ബോഡി ലൈൻസ് ഒക്കെ ഇതിൽ കുറച്ചും കൂടി പ്രൊമിനന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ വൈപ്പേഴ്സ് ഒക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ അഡാസിന്റെ സെൻസർ വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ ഓട്ടോ ബ്രേക്കിംഗ്, അതുപോലെ തന്നെ ലെയിൻ കീപ്പ് അസിസ്റ്റ്, പിന്നെ റോഡ് ഡിപ്പാർച്ചർ മിറ്റിഗേഷൻ സിസ്റ്റം, പിന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അതുപോലെ തന്നെ ലീഡിംഗ് വെഹിക്കിൾ ഡിപ്പാർച്ചർ അലേർട്ട്, അതുപോലെ പിന്നെ ഹെഡ്ലൈറ്റിന്റെ അസിസ്റ്റൻസും ഈ അഡാസിൽ വരുന്നത്. അതായത് ആറോളം ഫംഗ്ഷൻസ് ഇതിന്റെ അഡാസിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സെഗ്മെന്റ് തന്നെ അഡാസ് വരുന്ന ഒരേ ഒരു വണ്ടി ഈ ഒരു അമേസ് ആണ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ മുൻഭാഗത്തുള്ളത്. ഇനി നേരെ വശങ്ങളിലേക്കുള്ള മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ ഇതിന്റെ പുതിയതായ രീതിയിലുള്ള അലോയ് വീൽസ് വന്നിട്ടുണ്ട്. ഇതിന്റെ 15 ഇഞ്ചാണ് ഇതിന്റെ സൈസ് വരുന്നത്. 185 60 15 ഇതിന്റെ സൈസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 172 mm, അതുപോലെ തന്നെ ടേണിംഗ് റേഡിയസ് 4.9 മീറ്റർ നോർമലായിട്ട് രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ മിറേഴ്സ് ആദ്യത്തെ അമേസ് വെച്ച് കമ്പയർ ആണ് കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ട്. അതായത് ഈ മോഡലിന് വരുന്ന മാറ്റാണ്. ഇതിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഡുവൽ ടോൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഹാൻഡിൽ പറയുകയാണെങ്കിൽ ബോഡി കളർ അല്ല, ഒരു സിൽവറിന്റെ ഒരു ഫിനിഷിംഗിലാണ് ഇതിന്റെ ഒരു ഹാൻഡിൽ വന്നിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് കീലെസ് എൻട്രിയുടെ ഇത് കാണാൻ പറ്റും, ബട്ടൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ കീയുടെയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കീലെസ് എൻട്രിയുടെ ബട്ടൺ നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തത് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു സിൽവറിന്റെ ഫിനിഷിംഗിൽ വന്നിട്ടുണ്ട്. പിന്നെ B പില്ലർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ A പില്ലർ ബോഡി കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു പ്രീമിയം കളർ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ മുൻഭാഗത്തെ ബ്രേക്ക് വരുവാണെങ്കിൽ വെന്റിലേറ്റഡ് ഡിസ്ക് ആണ് മുൻഭാഗത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സസ്പെൻഷൻ വരുവാണെങ്കിൽ മെക്ഫേഴ്സൺ സ്റ്റെറ്റിന്റെ സസ്പെൻഷൻ ആണ് ഫ്രണ്ടിലേക്കും കൊടുത്തിട്ടുള്ളത്. നേരെ പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ടിസ്റ്റുമാണ് പിൻഭാഗത്തേക്കുള്ള സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ഡ്രം ബ്രേക്ക് ആണ് പിന്നിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിനാണ് ഇതിന്റെ വശങ്ങളിലുള്ള കാര്യങ്ങളുള്ളത്. പിന്നെ ഷാർക്ക് ഫിൻ ആൻഡ്രി നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ഷാർക്ക് ഫിൻ ആൻഡ്രി നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്ത് കാണാൻ പറ്റും. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ ടൈൽ ലാംപ്സിലൊന്നും മാറ്റങ്ങൾ വന്നില്ല. ബേസിന്റെ അതേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ടൈൽ ലാമ്പാണ്. ഹോണ്ട സിറ്റിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ടൈൽ ലാംപ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇവിടെ IB ടെക്കിന്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ ഹോണ്ട ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമേസിന്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നോക്കുവാണെങ്കിൽ താഴേക്ക് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ സെൻസേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അതും ബേസ് ഓപ്ഷനിലും സെൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്പർ പ്ലേറ്റിന്റെ പൊസിഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഡിഫോഗർ ലൈൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഡിഫോഗർ ലൈൻസും അതുപോലെ തന്നെ ബ്രേക്ക് ലാംപ്സും ഒരു ബ്രേക്ക് ലാമ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷാർക്കിന്റെ നേരത്തെ പറഞ്ഞ ഷാർക്കിന്റെ പിൻ ആൻഡ്രിയും കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ കീ വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് ലോക്ക് അൺലോക്ക് അതുപോലെ തന്നെ ഹോൾഡ് ബട്ടൺ കാണാൻ പറ്റും. അതായത് ഡിക്കിന്റെ ആണ് ഹോൾഡ് ബട്ടൺ ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഡിക്കി ഓപ്പൺ ചെയ്ത് വരും. 416 തന്നെയാണ് ഇതിന്റെ ഡിക്കി സ്പേസും വരുന്നത്. ഈ രീതിയിലാണ് ഇതിന്റെ ഡിക്കി നമുക്ക് കാണാൻ പറ്റും. ഇത്രയും രീതിയിലാണ് കൊടുക്കുന്നത്. അതായത് ബേസ് ഓപ്ഷൻ കാര്യത്തിൽ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഫ്യൂവൽ ലിഡ് ഈ ഒരു വശത്താണ് ഫ്യൂവലിന്റെ ഓപ്പണിംഗ് വരുന്നത്. അതിന്റെ കപ്പാസിറ്റി വരുന്നത് 35 ലിറ്ററാണ് ഇതിന്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഈ വശത്ത് ഹോണ്ടയുടെ ഇത് ടെസ്റ്റ് വെഹിക്കിളിന്റെ ബാഡ്ജിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിലാണ് ഓവറോൾ ഈ ഒരു വണ്ടിയുടെ പുറത്തുള്ള കാര്യങ്ങൾ, ഫുൾ ഓപ്ഷന് പുറത്തുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ സെൻട്രൽ ലോക്കിന്റെ കീ വരുന്നത്. നമുക്ക് ഇതിന്റെ ഓട്ടോ, അതായത് കീലെസ് എൻട്രിന്റെ ഫംഗ്ഷൻ കാണിച്ചു തരാം. ഈ ഒരു ഹാൻഡിൽ ഇടുമ്പോൾ തന്നെ നമ്മുടെ ഈ കീ കയ്യിൽ പിടിച്ച് ഇതിലേക്ക് ഹാൻഡിൽ ഇടുമ്പോൾ തന്നെ ഇത് അൺലോക്ക് ആവും. അൺലോക്ക് ആയി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഇതിന്റെ വിൻഡോസ് ഒക്കെ വരുന്നത്. ഇത് ആന്റി പിഞ്ച് ഫംഗ്ഷനുള്ള ഒരു വിൻഡോ ആണ് ഈ ഒരു ഡ്രൈവർ സൈഡ് വരുന്നത്. പിന്നെ ഡുവൽ കളർ കാണാൻ പറ്റും. ഇവിടെ ഒരു കളറിന്റെ ഒരു ഫിനിഷിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിൽ സിൽവറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ട്വീറ്റർ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ആൽക്കന്താര ടച്ചിലുള്ള ഒരു രീതിയിലുള്ള ഒരു ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ
ഫോൾഡിംഗ് വരുന്നത്, ഓട്ടോ ഫോൾഡിംഗ് വരുന്നത്. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഇലക്ട്രിക്കൽ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ ലോക്ക് അൺലോക്ക്, അതുപോലെ തന്നെ പവർ വിൻഡോന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിൻഡോ ലോക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. താഴേക്ക് നോക്കുവാണെങ്കിൽ ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. ഇത് ഇവിടെയാണ് ഇതിന്റെ സ്പീക്കർ കൊടുത്തിട്ടുള്ളത്. ഇതിൽ 4 സ്പീക്കറും 2 ട്വീറ്ററും വരുന്ന ഒരു ഓപ്ഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിലാണ് ഇതിന്റെ വിൻഡോന്റെ കാര്യങ്ങളുള്ളത്. നമുക്ക് നേരെ ഉള്ളിലേക്ക് നോക്കാം. അപ്പൊ നേരെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചിന്റെ ഓഫ് കാണുന്നത്. പിന്നെ ഇവിടെ 2 എക്സ്ട്രാ സ്വിച്ചസ് കാണാൻ പറ്റും, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹെഡ്ലൈറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ ഇതിന്റെ ഫ്യൂൽ ലിഡ് ഓപ്പണിംഗ്, ബോണറ്റ് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിക്കിന്റെ ഓപ്പണിംഗ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാ ഇവിടെ ഈ ഒരു രീതിയിൽ. ഇത് മാനുവൽ ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ AC വെന്റ് ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോമിയം ഫിനിഷിംഗ്, ക്രോമിയം അല്ല ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഡുവൽ ടോൺ വന്നിട്ടുണ്ട്. പിന്നെ പുഷ് സ്റ്റാർട്ട് ബട്ടന്റെ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്നുണ്ടോ, ഇത് നമ്മൾ ഈ പുതിയ ഹോണ്ട സിറ്റിയിൽ വരുന്ന രീതിയിലുള്ള ഒരു വ്യൂ ഇതിനും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ ആ രീതിയിൽ ആ ഒരു നമ്മളുടെ ഇതിൽ, അതായത് സ്ക്രീനിൽ ആ ലെഫ്റ്റ് സൈഡിലുള്ള റണ്ണിംഗ് ബോർഡിന്റെ സൈഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് ഇപ്പൊ ഹോണ്ട സിറ്റിയിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ ഇതിലേക്കാണ് വരുന്നത്. ഈ രീതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ നമ്മുടെ വണ്ടീന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഡോർ അടക്കുമ്പോഴൊക്കെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഡോർ അടക്കുമ്പോൾ തന്നെ ഈ രീതിയിലാണ് ഇതിന്റെ ഒരു സ്ക്രീന് തെളിഞ്ഞു വരുന്നത്, ഹോണ്ടയുടെ ബാഡ്ജിങ് തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഇത് നോക്കാം. അതായത് ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ നോക്കുവാണെങ്കിൽ ഇതിൽ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇതിന്റെ മ്യൂസിക് കൺട്രോൾസിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ വോയിസ് കമാൻഡ്സിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പറയുകയാണെങ്കിൽ പെഡൽ ഷിഫ്റ്റ് ഇത് മാനുവലാണ്, ഓട്ടോമാറ്റിക്കലി പെഡൽ ഷിഫ്റ്റും വരുന്നുണ്ട്. അപ്പൊ നേരെ ഈ വശത്തേക്ക് നോക്കുവാണെങ്കിൽ വൈപ്പറിന്റെ കൺട്രോൾസ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുമ്പോൾ ആ രീതിയിലാണ് വരുന്നത്. അതായത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലച്ച് ഔട്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. ക്ലച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ മീറ്റർ ക്ലസ്റ്റർ തെളിഞ്ഞു വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളതാണ്. അതായത് ബേസ് ഓപ്ഷൻ കണ്ട രീതിയിൽ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളതാണ്. സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡിജിറ്റലായിട്ടും കാണാൻ പറ്റും. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ആളുള്ളത് ഡ്രൈവർ സീറ്റിലാണെന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓഡോമീറ്റർ, അതുപോലെ തന്നെ ഫ്യൂവൽ ഗേജ്, അതുപോലെ ലൈറ്റ് വാർണിംഗ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലും കാണിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ എന്ന് വേണം പറയാൻ. ഇനി നേരെ സെന്ററിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ്. IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ തന്നെ 37+ കണക്റ്റീവ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആയിട്ടുള്ള 2 ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ, ഞാൻ ഈ ബട്ടൺ ഞെക്കുമ്പോൾ ഇതാണ് ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂ നമുക്ക് കിട്ടുന്നത്. നമ്മൾ മുന്നേ ഹോണ്ട സിറ്റിയിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വശങ്ങളിലൊക്കെ ഒരു ഫിനിഷിംഗ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ AC വെന്റ്സും കാര്യങ്ങളൊക്കെ ഈ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് AC ആണ്. അതിന്റെ സ്വിച്ചസ് ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ അടിപൊളിയായി കൊടുത്തിട്ടുണ്ട്. ടോഗിൾ സ്വിച്ചസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഗ്ലൗ ബോക്സ് നോക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. 6 സ്പീക്കറാണ് വരുന്നത്. 2 ട്വീറ്റർ 4 സ്പീക്കറാണ് വരുന്നത്. പിന്നെ ഇതാ ഈ അൽക്കന്തര ടച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നേരെ സെന്ററിലേക്ക് പോവുകയാണെങ്കിൽ ഇത് എവിടെയാണ് വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു പവർ ഔട്ട്ലെറ്റ് കാണാൻ പറ്റും. ഇവിടെ 2 USB ചാർജിങ് വരുന്നുണ്ട്. ഇനി ഇത് വയർലെസ് ചാർജർ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 5 സ്പീഡ് മാനുവൽ ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ 7 സ്പീഡ് CVT നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മാനുവൽ ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷനിലും ആംബ്രസ്റ്റ് ഒന്നും വന്നിട്ടില്ല. ഈ രീതിയിലാണ് ഇതിന്റെ ഓവറോൾ സെൻട്രൽ കൺസോൾ ഉള്ളത്. ഇനി നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ മാനുവൽ ഡിമ്മിംഗ് ആയിട്ടുള്ള മിറർ, ഇവിടെയാണ് നമുക്ക് ഇതിന്റെ അഡാസിന്റെ സെൻസേഴ്സും കവർ ചെയ്ത് കാണാൻ പറ്റുക. മാനുവൽ ആയിട്ടുള്ള ഡിമ്മിംഗ് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സ് ഇതിൽ മുൻഭാഗത്ത് ലൈറ്റ് വരുന്നുണ്ട്. നമ്മൾ ബേസ് ഓപ്ഷൻ നോക്കുവാണെങ്കിൽ പിൻഭാഗത്തേക്കാണ് ലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ ഇത് ഡ്രൈവർ സൈഡ് ഷെയ്ഡ് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ വാനിറ്റി മിറർ കൊടുത്തിട്ടുള്ളത്. നേരെ കോ ഡ്രൈവർ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും ഒരു വാനിറ്റി മിറർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ എയർ ബാഗിന്റെ ഒക്കെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ 6 എയർ ബാഗ് വരുന്നുണ്ട് ഇതിൽ. 6 എയർ ബാഗ് സേഫ്റ്റിന്റെ ഫീച്ചറിലൊക്കെയാണ് ബേസ് മുതൽ ഒരു വലിയൊരു സേഫ്റ്റി ഫീച്ചറിന്റെ ഒരു നിര തന്നെ ഇതിൽ കാണാൻ പറ്റും. 6 എയർ ബാഗ്, EBD, ABS, ESP, അങ്ങനെ ഒരു വലിയ നിര തന്നെ ഇതിലുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ അസിസ്റ്റ്, അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചർ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ മുൻഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരെ പിൻഭാഗത്തുള്ള കാര്യങ്ങൾ കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് നേരെ ബാക്ക് സൈഡ് കൂടി നോക്കാം. ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ നേരത്തെ കണ്ട രീതിയിൽ തന്നെയാണ് എൻട്രിയൊക്കെ വരുന്നത്. ഇതിൽ തൈ സപ്പോർട്ട് ഉണ്ട്, നല്ല രീതിയിൽ തൈ സപ്പോർട്ട് ഉണ്ട്. ഇതിന്റെ സീറ്റ് കുറച്ച് മുന്നോട്ടുള്ളത്, അതിന്റെ ഒരു സ്പേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ സെൻട്രൽ ടണൽ ഇതിനും വരുന്നില്ല. പിന്നെ സെൻട്രൽ AC കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ റിയർ സൈഡ് AC വെന്റ് ഇതിൽ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ വരുന്നുണ്ട്. പിന്നെ ഒരു ചാർജിങ്ങിന്റെ സോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലും ആംറസ്റ്റ് വരുന്നില്ല. ഈ രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഹെഡ് റൂം, ചെറിയ രീതിയിൽ ഹെഡ് റൂം കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ആംറസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻഭാഗത്ത്, അതായത് ബേസിൽ സ്റ്റാർട്ടിങ് വരുന്ന കണ്ട രീതിയിലുള്ള ഹെഡ് റെസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. റിമൂവബിൾ ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 3 പേർക്ക് നല്ല രീതിയിൽ സീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സ്പേസിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. തൈ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതായത് ബാക്കിയുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ തൈ സപ്പോർട്ട് ഉണ്ട്, ലെഗ് സ്പേസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ പിൻഭാഗത്തെ കാര്യങ്ങളുള്ളത്.
അപ്പോൾ നമ്മൾ ഈ കീയിൽ കുറച്ചും കൂടി ഫംഗ്ഷൻസ് ഉണ്ട്. ഇതിന്റെ ഒരു ഫംഗ്ഷൻ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ഇതിന്റെ ഡിക്കിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് അബദ്ധവശാൽ ഇത് ഡിക്കിന്റെ ഉള്ളിൽ വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് അടച്ചു നിൽക്കും. ഇതാ ഈ രീതിയിൽ ഓപ്പൺ ആയി വരും. ഇത് അടയില്ല, ഓപ്പൺ ആയി വരും. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ലോക്ക് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ ഈ കീ എടുത്ത് നടന്ന് ഏകദേശം ഒരു 3-4 മീറ്റർ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ലോക്ക് പോകും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു കീയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിൻ സ്പെക്ക് നോക്കുവാണെങ്കിൽ 1200 cc ഐവി ടെക് എഞ്ചിനാണ് ഇതിന് വരുന്നത്. നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണിത്. 4 സിലിണ്ടർ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് ഓട്ടോമാറ്റിക് നോക്കുവാണെങ്കിൽ 7 സ്പീഡ് CVT ആണ് വരുന്നത്. അതുപോലെ തന്നെ മാനുവൽ 5 സ്പീഡ് മാനുവലും വരുന്നുണ്ട്. പിന്നെ പവർ സ്പെക്ക് വരുവാണെങ്കിൽ 89 bhp 6000 RPM. അതുപോലെ തന്നെ ടോർക്ക് വരുവാണെങ്കിൽ 110 Nm ടോർക്ക് 4300 RPM വരുന്ന ഒരു എഞ്ചിനാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ എഞ്ചിന്റെ കാര്യങ്ങളുള്ളത്. പിന്നെ ഈ ഒരു വണ്ടിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഈ ഒരു റേറ്റിൽ അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വണ്ടി വേറെ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ 6 എയർ ബാഗ് വരുന്നുണ്ട്, EBD ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ തന്നെ ആന്റി തെഫ്റ്റ് ഡിവൈസ്, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട്, അങ്ങനെ ഒരു വലിയ നിര തന്നെ ഇതിന്റെ ഒരു സേഫ്റ്റിന്റെ കാര്യത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് 2025 മോഡൽ അമേസിന്റെ വിശേഷങ്ങളുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടി തന്നിട്ടുള്ളത് വിഷൻ ഹോണ്ടയാണ്. ഇതിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആവശ്യങ്ങൾക്ക് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.